നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയേഷനും കോഡ് ജനറേഷനും AI ടൂൾസ് ഉപയോഗിക്കാം. ChatGPT പോലത്തുള്ള ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യാം. അതേപോലെ ക്ലൗഡി അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള AI ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഡ് ജനറേറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ChatGPT ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ ഗൂഗിൾ AI സ്റ്റുഡിയോ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മൊബൈൽ ആപ്പ് ഐഡിയ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുടുംബശ്രീ പോലത്തുള്ള ഒരു അയൽക്കൂട്ടം പോലെയുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ആദ്യം നമ്മളെങ്ങനെ ഒരു ഐഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യും, എന്ത് തരം ആപ്പാണ് അവർക്ക് ഉപയോഗിക്കേണ്ടത്, എന്താ തരം ആപ്പാണ് നമുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ChatGPT-നോട് ചോദിക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ആക്ട് ആസ് എ മൊബൈൽ ആപ്ലിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് സജസ്റ്റ് ടു മീ എ മൊബൈൽ ആപ്പ് ഹെൽപ്ഫുൾ ഫോർ കുടുംബശ്രീ അയൽക്കൂട്ടം ദാറ്റ് ഐ ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഓൺ പ്ലേ സ്റ്റോർ. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിലല്ല ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ആ രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കുക. പ്രോംപ്റ്റ് ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ തരം ആപ്പുകളാണ് ആവശ്യമുള്ളത്, ആ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് വരും. ഇപ്പോൾ ഇതിൽ വരുന്ന ഡിജിറ്റൽ സേവിങ്സ് ആൻഡ് ലോൺ മാനേജ്മെൻ്റ് ഉണ്ട്, മെമ്പർ മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മെമ്പർ മാനേജ്മെൻ്റ് ഒന്ന് നോക്കിയാലോ. മെമ്പർ മാനേജ്മെൻറ്റിൽ ഒരു വളരെ സിമ്പിൾ ആപ്പായിരിക്കും, ഒരു മെമ്പർ പ്രൊഫൈൽ അറ്റൻഡൻസ് എല്ലാം റീഡ് ചെയ്യാൻ. നമ്മളിനി മെമ്പർ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഐഡിയ എടുത്തു. ഇനി നമ്മൾ നോക്കുന്നത് ഇത് എങ്ങനെ ഒരു പ്രോംപ്റ്റായിട്ട് കൊടുക്കാം, ഒരു റിക്വയർമെൻ്റ് ആയിട്ട്. അതിനുവേണ്ടി വീണ്ടും ChatGPT-യിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഏത് രീതിയിലാണ് AI-യിലേക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് ടെക്നിക്കൽ കോർ റിക്വയർമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ വരും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ AI സ്റ്റുഡിയോ ആണ്. ഗൂഗിൾ AI സ്റ്റുഡിയോ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൽ അണ്ടർലൈങ് ആയിട്ട് വരുന്നത് ജെമിനൈൻ്റെ മോഡൽസ് ആണ്. അപ്പോൾ ജെമിനൈൻ്റെ ഫാസ്റ്റ് പ്രോംപ്റ്റിംഗ് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആവുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിന് നമ്മൾ നമ്മുടെ നമുക്ക് കിട്ടിയ ഈ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ കോപ്പി ചെയ്യുക, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ChatGPT-യിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിക്വയർമെൻറ്റ്സ് കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഒരു 1-2 മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു 1-2 ചെറിയ റിക്വയർമെൻറ്റ്സ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം ഈ ഒരു റിക്വയർമെൻറ്റ്സ്. ഇതിൽ നമ്മൾ കോഡ് എക്സിക്യൂഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബാക്കി വേറെ ഒന്നും, അതിനുശേഷം റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്പ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യമായി ഡാറ്റാബേസ് സ്കീമ വരുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും SQLs ആണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ് യു ഐ പാർട്ട്, ബാക്ക് എൻഡ് ക്ലാസ്സസും കോഡും എല്ലാം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ റോഡ് മാപ്പ് വരെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചാറ്റ് മോഡലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് നമുക്ക് ഇതിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മേക്ക് ദിസ് ആസ് ആൻ ആപ്പ് എന്നുള്ള ഈ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോംപ്റ്റും ആ റിക്വയർമെൻറ്റ്സും മൊത്തം ഈ ഇതിൻ്റെ ഗൂഗിൾ AI സ്റ്റുഡിയോൻ്റെ ഈ ബിൽഡ് പ്രോസസ്സിലേക്ക് കോപ്പി ചെയ്യും. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ബിൽഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്പ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്കങ്ങനെ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആപ്പ് ജനറേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ നമ്മൾ ചെയ്തത് ആദ്യം ഐഡിയേഷൻ, രണ്ടാമത് ചെയ്തത് അതിൻ്റെ ഒരു ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് കിട്ടുക ആ ഐഡിയയുടെ. അതിനുശേഷം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യുക. കോഡ് ജനറേറ്റ് ചെയ്തതിനു ശേഷം റിയൽ ആപ്പ് ജനറേഷൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 20-30 മിനിറ്റ്സ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അതേമാതിരി റൈറ്റ് സൈഡിൽ നമുക്ക് ഡിസൈൻ്റെ എങ്ങനെയാണ് ഡിസൈൻ പ്രിവ്യൂ, അപ്പോൾ 5 തരം ഡിസൈൻ ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മിനിമലിസം, വൈബ്രൻറ്റ് പാലറ്റ്, നാച്ചുറൽ ടോൺസ്, ഇപ്പോൾ ക്ലീൻ യൂട്ടിലിറ്റി, സ്ലീക്ക് ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഡിസൈൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ക്ലീൻ യൂട്ടിലിറ്റി ഈ രീതിയിലാണ് വരിക. സ്ലീക്ക്, അതേമാതിരി സ്ലീക്ക് ഇൻ്റർഫേസ്, ഓരോന്ന് വേറെ വേറെ രീതിയിലാണ് വരിക. ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ടോൺസ് ആണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ചെക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വൈബ്രൻറ്റ് പാലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, കൂടുതൽ കളർഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഡിസൈനാണോ സെലക്ട് ചെയ്തത് അത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ദിസ് ഡിസൈൻ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലീൻ യൂട്ടിലിറ്റിയാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് സെലക്ട് ദിസ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ക്യൂ ചെയ്യും ഈ AI ടൂള്. അത് ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡിസൈൻ ഈ രീതിയിൽ വരും. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ സെർവർ സെറ്റപ്പ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ കോഡെല്ലാം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. പ്രിവ്യൂവിൽ കണ്ടില്ലേ, കുടുംബശ്രീ അയൽക്കൂട്ടം മാനേജർ ലോഗിൻ പേജാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെ തരം ഫുൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഏത് രീതിയിലാണ് ലോഗിൻ ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്ക് എൻഡ് ഏതാണ് യൂസ് ചെയ്യുന്ന, ഐക്കൺസ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ നമുക്കൊരു ഹൗ ടു യൂസ് എന്നുള്ള ഒരു ഗൈഡും കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു പാസ്വേഡ് യൂസർ നെയിം പ്രൊവൈഡ് ചെയ്തത് വെച്ചിട്ട് ലോഗിൻ ചെയ്യും. പ്രസിഡൻറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ആരാണ്, വെൽക്കം, പിന്നെ അറ്റൻഡൻസ് മാർക്ക് ഫോർ April 10, അനൗൺസ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എത്ര മെമ്പേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആരൊക്കെയാണ് മെമ്പേഴ്സ്, അതേപോലെ ഇപ്പോൾ 3 മെമ്പേഴ്സിനെ കാണാം. അവരുടെ അറ്റൻഡൻസ് ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ. ഇപ്പോൾ പ്രസിഡൻറ്റിന് ഇത് അറ്റൻഡൻസ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അറ്റൻഡൻസ് സേവ് ചെയ്യുക. അതേപോലെ ഈ പ്രൊഫൈൽ കാണാൻ കഴിയും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഫങ്ഷനാലിറ്റി മാത്രമുള്ളൊരു ആപ്പാണിത്. അതേപോലെ സെയിം നമുക്ക് ഇത് ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റ് യൂസറിൻ്റെ ഇതിലും ലോഗിൻ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. കോഡ് ഫയൽസ് ജനറേറ്റ് ചെയ്ത ടൈപ്പ് സ്ക്രിപ്റ്റിലാണ്. ഇപ്പോൾ JSON ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അസോസിയേറ്റഡ് സെർവർ ഫയൽസിലാണ് ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ പറഞ്ഞാൽ മോക്ക് ഡാറ്റയാണ്. ഇപ്പോൾ നമുക്ക് അസോസിയേറ്റഡ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പ്രോപ്പർ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കാം. ആ ഒരു ടെക്നിക്കൽ സെഷനിലേക്ക് ഇത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അത് വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ ഇതിൽ നമുക്ക് ഈ കോഡ് നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കണ്ടില്ല, ഡൗൺലോഡ് എ സിപ്പ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഡൗൺലോഡ് ചെയ്യുന്ന സിപ്പ് ഫയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽസും അതേമാതിരി JSON ഫയൽസ്, HTML ഫയൽസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഐ ഡി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അല്ലെങ്കിൽ ഇൻ്റലിജെ അങ്ങനത്തെ ഉള്ള ടൂൾസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഫയൽസ് നമുക്ക് കൂടുതൽ സിൻടാക്സ് ഹൈലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് മോഡിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അതേമാതിരി പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി ഫങ്ഷനാലിറ്റി എല്ലാം ഈ IDE നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻ്റലിജയാണ്. ഇൻ്റലിജയിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു നോക്കാം. ആദ്യം നമ്മൾ ഇത് ഫയൽ ഇൻ്റലിജയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോയിട്ട് ന്യൂ എന്നുള്ളത് ഇതെടുക്കുക. എന്നിട്ട് പ്രൊജക്റ്റ് ഫ്രം എക്സിസ്റ്റിംഗ് സോഴ്സസ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സിപ്പ് ഫയലിൽ നിന്ന്, ആ ഫയൽസ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതൊരു മാവൻ എന്നുള്ളൊരു ബിൽഡ് ടൂൾ വെച്ചിട്ടുള്ളൊരു ഫയലാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു മാവനായിട്ട് മാർക്ക് ചെയ്യണം. എന്നാൽ വേണ്ടി മാത്രമേ അതെല്ലാം പാക്കേജസ് എല്ലാം പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് വരുള്ളൂ. ഇനി നമ്മൾ ഈ ഫയൽസ് എങ്ങനെ വ്യൂ ചെയ്യുക എന്നുള്ളത് വെച്ചാൽ ഇതിന് പ്രൊജക്റ്റിൽ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് എക്സ്പ്ലോററിൽ നമുക്ക് എല്ലാ ഫയൽസും കാണാം. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ഇപ്പോൾ റീഡ്മി ഫയലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിൽ റൺ ചെയ്യുക, എങ്ങനെയാണ് ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതെല്ലാം ആ റീഡ്മി ഫയൽസ് ആയിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാൾ ഡിപ്പെൻഡൻസീസ് npm ഇൻസ്റ്റാൾ, പിന്നെ ജെമിനി API കീ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചില ഫങ്ഷണാലിറ്റീസ്ക്ക് വേണ്ടിയിട്ട് API കീ സെറ്റ് ചെയ്യണം. അപ്പോൾ അതില്ലെങ്കിലും ചെറിയ ഫങ്ഷണാലിറ്റീസിനൊന്നും വേണ്ടി വരില്ല. ഞാനിതിൽ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ npm ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ലോക്കലി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ npm റൺ ഡെവ് എന്നുള്ള ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർവർ റണ്ണിങ് ഓൺ HTTP ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് കാണാൻ പറ്റും. അതായത് ലോക്കൽ മെഷീനിൽ ഇത് റൺ ചെയ്യുകയാണ് ഈ പോർട്ടിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ ബ്രൗസറിൽ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ ക്രോം എടുക്കുക. ക്രോം എടുത്ത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള ഇതും വിത്ത് 3000 പോർട്ടും ആക്സസ് ചെയ്താൽ നമ്മൾ അതിൻ്റെ പ്രിവ്യൂ കാണാൻ കഴിയും. നമ്മൾ ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പ്രിവ്യൂവിൽ ട്രൈ ചെയ്ത മാതിരി യൂസർ ക്രെഡൻഷ്യലും പാസ്വേഡും ഒന്നും കൂടി എൻ്റർ ചെയ്തിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ലോഗിൻ ചെയ്തിട്ട് ഇതിലുള്ള ഫങ്ഷനാലിറ്റീസ് വാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ലോക്കലായിട്ട് ചേഞ്ചസ് വരുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയൽക്കൂട്ടം മാനേജർ എന്നുള്ള ആ ഒരു ടൈറ്റിൽ മാറ്റിയിട്ട് അയൽക്കൂട്ടം കേരള മാനേജർ എന്ന് നമ്മൾ ജസ്റ്റ് മാറ്റണമെങ്കിൽ layout.tsxൽ മാറ്റുക. എന്നിട്ട് നമ്മൾ പോയിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആ ചേഞ്ചസ് ഇവിടെ വന്നത്. ആ രീതിയിൽ ചെറിയ ചേഞ്ചസും വരുത്തിയിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഗൂഗിൾ AI സ്റ്റുഡിയോ ഗിറ്റ്ഹബുമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ഈ ഫയൽസ് ഗിറ്റ്ഹബിൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ റിപ്പോസിറ്ററി നെയിമും പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം സിങ്ക് ചെയ്യാൻ കഴിയും. സിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിറ്റ്ഹബ് എന്നുള്ള ഈ വെർഷനിങ് സിസ്റ്റത്തിലേക്ക് ഈ ഫയൽസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫയൽ മിസ്സാവില്ല. നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ വേറെ കമ്പ്യൂട്ടറിൽ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗിറ്റ്ഹബിൽ നിന്ന് കോഡ് ഡയറക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് റൺ ചെയ്യാൻ പറ്റും. അതേമാതിരി ടീംസിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ കോഡുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സെയിം ടൈം വർക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു ഹെൽപ്ഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ സിങ്ക് ചെയ്ത ഡേറ്റ കാണണമെങ്കിൽ github.com പോയി കഴിഞ്ഞാൽ നമ്മൾ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാണാം. അപ്പോൾ ഞാൻ കുടുംബശ്രീ 1 എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോസിറ്ററിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഫയൽസാണോ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, അത് എപ്പോഴാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാം. ആരാണ് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇനി അതിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ലോക്കൽ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽസ് അവിടെ സിങ്ക് ആകും. അപ്പോൾ 2 വേ ആണ് ഇത് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ അതേമാതിരി ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ പോയിട്ട് ഡയറക്റ്റ് നമുക്ക് ആ റിക്വയർമെൻറ്റ്സിൽ ചേഞ്ചസ് വരുത്താൻ പ്രോംപ്റ്റ് ചെയ്തിട്ട് ആ ചേഞ്ചസ് വരുത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഇതൊരു ജസ്റ്റ് ബേസിക് ഡെമോയാണ് എങ്ങനെയാണ് നിങ്ങളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക AI ടൂൾസ് ഉപയോഗിച്ച്. അപ്പോൾ ഇത് ഒരു പ്ലേ ഗ്രൗണ്ട് എന്നാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലേ ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഒരു ഫങ്ഷണാലിറ്റി എല്ലാം വന്നതിന് ശേഷം നമുക്കിത് പ്രൊഡക്ഷനിലേക്ക് ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ, ഇപ്പോൾ ഐഫോണിലൊക്കെ വേണമെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ട് ഈ ഫങ്ഷണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷന് നമ്മൾ ഫങ്ഷണാലിറ്റി എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.